സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് വിപണന മേളയടക്കം നടക്കുന്നത്. ഇപ്പോൾ സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ആ വികസന നേട്ടങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് പ്രദർശനം ആരംഭിച്ചിരുന്നു. കാസർഗോഡായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ വയനാട് ആരംഭിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം ഈ ജില്ലാതല യോഗത്തിലൊക്കെ പങ്കെടുക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഭദ്ര, ഈ കൽപ്പറ്റയിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുക്കുന്ന സംവാദ പരിപാടി നടക്കുന്നത്. 500 ക്ഷണിക്കപ്പെട്ട അതിഥികളാണ് ഈ സംവാദ പരിപാടിയിലേക്ക് പങ്കെടുക്കാനായി എത്തുന്നത്. അത് വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവരാണ്. വിദ്യാർത്ഥികളും യുവജനങ്ങളും വനിതകളും അതോടൊപ്പം തന്നെ വ്യവസായ സംരംഭകരും കലാ സാംസ്കാരിക പ്രവർത്തകരും സിനിമാ മേഖലയിൽ ഉള്ളവരും അങ്ങനെ വ്യത്യസ്ത മേഖലകളിലുള്ള 500 പ്രതിനിധികളുമായാണ് മുഖ്യമന്ത്രി സംവദിക്കുന്നത്. അവർക്ക് സർക്കാരിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്താൻ അതോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കാനുള്ള അവസരമെല്ലാമാണ് ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ കാസർഗോഡ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. അതിനുശേഷം കാസർഗോഡ് വെച്ച് ഇന്നലെ ബേക്കൽ ഹൗസിൽ വെച്ച് ഇത് സമാനമായ രീതിയിൽ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളാണ് ഈ സംവാദത്തിൽ ഉയർന്നു വന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം മുഖ്യമന്ത്രി അതിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടികൾ, ഏത് രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകൾ ഉയർന്നു വരികയും അതിന് മറുപടി കൃത്യമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വയനാട് ജില്ലയിൽ, രണ്ടാമതായി കാസർഗോഡ് കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ് സർക്കാരിൻ്റെ വാർഷിക പരിപാടികൾ, ആഘോഷ പരിപാടികൾ നടക്കുന്നത്. വയനാട്ടിൽ നടക്കുന്ന പ്രധാന പരിപാടികൾ ഇന്ന് 10:30 മുതൽ 12:30 വരെ ഈ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി നടക്കുന്ന കൂടിക്കാഴ്ചയും സംവാദവുമാണ്. അതിനുശേഷം 1 മണിക്ക് പ്രദർശന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം നടക്കും. ഈ പ്രദർശന വിപണന മേള എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് ഒരുക്കുന്ന 500ഓളം സ്റ്റാളുകൾ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, സർക്കാരിൻ്റെ ഓരോ വകുപ്പിൻ്റെയും നേട്ടങ്ങൾ എല്ലാം തന്നെ വിവരിക്കുന്ന വിധത്തിലുള്ള ദൃശ്യ ശ്രവ്യ ഈ ആവിഷ്കാരത്തോടു കൂടിയാണ് ആ പ്രദർശനത്തിലെ ഒരു ഭാഗമുള്ളത്. അതോടൊപ്പം തന്നെ വളരെ വിനോദവും വിജ്ഞാനവും പകരുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ പ്രദർശന വിപണന മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ അവിടെ ഷോപ്പിങ്ങിനുള്ളത്, അതോടൊപ്പം തന്നെ ഭക്ഷണം, വിവിധ തരം രുചി വൈവിധ്യങ്ങളുള്ള ഭക്ഷണ കലവറ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ വളരെ വിപുലമായിട്ട് തന്നെയാണ് ഈ ഒരു വിപണന പ്രദർശന മേള നടക്കുന്നത് എന്നുള്ളതാണ്. മുൻപൊക്കെ പല പ്രദർശനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ ഈ പ്രദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പരമാവധി സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വ്യത്യസ്തപരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കിക്കൊണ്ടാണ് ഈ പ്രദർശന വിപണന മേള നടക്കുന്നത് എന്നുള്ളതാണ്. വളരെ കൃത്യമായും ഇപ്പോൾ LDF സർക്കാർ 9 വർഷത്തിലേക്ക് എത്തി, 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, കേരളം ഏത് രീതിയിലാണ് മാറിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റ് വിവിധ വകുപ്പുകൾ ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഈ സ്റ്റാളുകളും എക്സിബിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ പ്ലോട്ടുകളും എല്ലാം ഈ പ്രദർശന വിപണന മേളയിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട, അതായത് സർക്കാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് എത്തുകയും അതായത് സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള ആളുകളെ പ്രതിനിധികളുമായി സംസാരിച്ചുകൊണ്ട് അവരെ കൂടി ഈ സർക്കാരിൻ്റെ ഭാഗമാക്കുക എന്നുള്ള വളരെ ജനാധിപത്യപരമായ ഒരു പ്രക്രിയക്കാണ് ഈ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പരിപാടികൾ അതുമായി ആ രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം വൈകുന്നേരം 5 മണിക്ക് ഈ കൽപ്പറ്റയിൽ LDFൻ്റെ റാലിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ LDF റാലിയിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു ജനപ്രവാഹമായി തന്നെ ഈ റാലി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും വയനാട് നമുക്കറിയാം, മുണ്ടക്കയിലും ചൂരൽമലയിലും എല്ലാം തന്നെ ദുരന്തം നേരിട്ട ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ വയനാട് ജില്ല കഴിഞ്ഞ ഈ ദുരന്തമുണ്ടായ സമയത്ത് സർക്കാരിൻ്റെ വളരെ കാര്യക്ഷമമായിട്ടുള്ള ജനകീയ സർക്കാരിൻ്റെ ഇടപെടൽ കണ്ട ഒരു ജില്ല കൂടിയാണ് വയനാട് ജില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ഇവിടെ നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ കൂടി വയനാട്ടിലെ ഈ പരിപാടിക്കുണ്ട്. ഏതായാലും ഈ പരിപാടികൾ അതിൻ്റെ ഈ 10:30 ആരംഭിക്കുന്ന ഈ പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിലുള്ള വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്ന ഈ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ അതിനുള്ള മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഭദ്ര.
തീർച്ചയായും സന്തോഷം. എന്തായാലും വളരെയധികം അഭിമാനകരമായ നിമിഷത്തിലൂടെ തന്നെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രദർശനമാണ് എൻ്റെ കേരളം എന്നുള്ള ആ ഒരു പ്രദർശന വിപണിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് കണ്ടു, ഇന്നിപ്പോൾ വയനാട് ആരംഭിക്കുകയാണ് വിപണനമേള.